വിദ്യാലയം 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LBSന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. 3 മെയിൻ അലോട്ട്മെൻറ്റിന് ശേഷം 4ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. 23/8/2025 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 4ാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുവരെ സർക്കാർ അംഗീകാരം കിട്ടിയ നഴ്സിംഗ് കോളേജുകളിലേക്കും അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലെ കോളേജുകളിലേക്കും ഓപ്ഷൻസ് നൽകാവുന്നതാണ്. നഴ്സിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റുകളിൽ പ്രവേശനം നേടിയവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് കോളേജുകളിൽ നിന്നും NOC വാങ്ങേണ്ടതില്ല. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ NOCയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ 3 മെയിൻ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന എല്ലാ അലോട്ട്മെൻറ്റുകൾക്കും NOC നിർബന്ധമാണ്. അപ്പം ഇതിനകത്തും മെറിറ്റ് സീറ്റുകളിൽ പ്രവേശനം നേടിയവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും തന്നെ NOC വാങ്ങേണ്ടതുണ്ട്. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതിൻ്റെ അവസാനത്തെ തീയതി 26/8/2025 4 PM ആണ്. അപ്പം ഇതുവരെയും നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റുകളിലൊന്നും കിട്ടാത്തവർക്ക് 4ാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഓപ്ഷൻസ് വീണ്ടും കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം വേക്കൻസികളും കാര്യങ്ങളും നോക്കി വേണം ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിലെല്ലാം തന്നെ ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് അലൈഡ് സയൻസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസിന് ഓപ്ഷൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം പാരാമെഡിക്കൽ സെക്ടറിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ കോളേജുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഓരോ കോളേജുകളും പാരാമെഡിക്കലിൻ്റെ ഏതൊക്കെ സെഗ്മെൻറ്റ്സ് ആണോ ഉള്ളത് ആ പാരാമെഡിക്കൽ എല്ലാ സെക്ടറിൻ്റെയും കോളേജുകൾ നമുക്ക് LBS സെൻറ്ററിൻ്റെ ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമുക്ക് LBS ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് LBS സെൻറ്ററിൻ്റെ ഇതിനകത്ത് കോഴ്സസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് BSc ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ BSc നഴ്സിംഗ്, BSc ഒപ്റ്റോമെട്രി, BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി, BSc MLT, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BASLP, BCVT, ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി, BOT, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചലർ ഓഫ് റേഡിയോതെറാപ്പി ടെക്നോളജി, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്, ഇത്രയും BPO. അപ്പം ഇത്രയുമാണ് നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നത്. അപ്പം ഡയാലിസിസ് അല്ലെങ്കിൽ റേഡിയോളജി ഇതുപോലുള്ള കോഴ്സുകൾ, OT ഇതുപോലുള്ള കോഴ്സുകൾ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ കോളേജ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിനകത്തുനിന്ന് കിട്ടും. ഫസ്റ്റ് നമുക്ക് BSc അനസ്തേഷ്യ ടെക്നോളജിക്ക് എത്ര കോളേജുകളുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മലബാർ മെഡിക്കൽ കോളേജ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ആൻഡ് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ BSc ഡയാലിസിസ് ടെക്നോളജി ഉള്ള കോഴ്സുകൾ. അപ്പം അതിനകത്ത് നമുക്ക് ഗവൺമെൻറ് കോളേജുകൾ വരുന്നുണ്ട്. ഗവൺമെൻറ് കോളേജ് ആലപ്പുഴ, എറണാകുളം, ഇവിടെയെല്ലാം കോട്ടയം, ഇവിടെയെല്ലാം തന്നെ നമുക്ക് ഡയാലിസിസിൻ്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ BSc MLTക്കും നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഗവൺമെൻറ് കോളേജ് കണ്ണൂർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് കോഴിക്കോട് വരുന്നുണ്ട്. നമുക്കിതിന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നെ അറിയാൻ പറ്റും. എത്ര കോളേജുകളുണ്ടെന്ന് നമുക്കിതിനകത്ത് ഓരോ ഓപ്ഷൻസും ക്ലിക്ക് ചെയ്ത് നമുക്ക് കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. LBS ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജുകൾ ഇതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് നമുക്ക് ടോട്ടലി 1 2 3 4 5 6 7 8 കോളേജുകളാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഗവൺമെൻറ് കോളേജ് കോഴിക്കോട്, ഗവൺമെൻറ് കോളേജ് ട്രിവാൻഡ്രം, കോട്ടയം, ഇങ്ങനെ 3 ഗവൺമെൻറ് കോളേജും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചും LBS ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെക്കുറിച്ചും അതുപോലെ തന്നെ ആ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി LBSൻ്റെ പുതിയ അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.